ഹലോ ഫ്രണ്ട്സ്, ഓൺലൈൻ ഇംഗ്ലീഷ് ക്ലാസ് സീരീസിലെ രണ്ടാമത്തെ ലെക്ചറാണ് ഇന്ന് നൽകുന്നത്. ഈ ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ച് ഇപ്പോഴും പഠിതാക്കൾക്ക് സംശയങ്ങൾ കൃത്യമായി തീർന്നിട്ടില്ല എന്ന് ആ ഗ്രൂപ്പിൽ വന്ന കമൻറ്റുകൾ നോക്കിയപ്പോൾ മനസ്സിലായി. അതിൽ പ്രധാനപ്പെട്ടൊരു വിഷയം, ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഒഴിവുള്ള ഏത് സമയത്തും ഈ കാര്യം കണ്ട് മനസ്സിലാക്കാനുള്ള സൗകര്യമുള്ള ഒരു ടെക്നോളജിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ലിങ്കിൽ അമർത്തിയാൽ നിങ്ങൾ നേരെ യൂട്യൂബിലേക്ക് കയറുകയും ആ ക്ലാസ് ഏത് സമയത്തും നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാം. അപ്പൊ അതുകൊണ്ട് കൃത്യമായി 9 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് അല്ലെങ്കിൽ 11 മണിക്കാണ് ക്ലാസ് എന്ന് അനൗൺസ് ചെയ്ത് 11 മണിക്ക് എനിക്ക് ലൈന് കിട്ടിയില്ല, അല്ലെങ്കിൽ നെറ്റ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ കയറാൻ കഴിഞ്ഞില്ല എന്നുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നതല്ല. യഥാർത്ഥത്തിൽ എപ്പോഴാണ് നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾ കണ്ടിരിക്കണം എന്നുള്ളത് നിർബന്ധം. തുടർച്ചയായി കണ്ടിരിക്കണം, വീണ്ടും വീണ്ടും കണ്ടിരിക്കണം, വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ അതിന് ആ ക്ലാസിന്റെ സമയത്ത് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സാധിക്കൂ എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് തുറന്ന് യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റു വീഡിയോകൾ, തമാശ വീഡിയോകളൊക്കെ കാണുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കാവുന്ന. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ടൊരു വിഷയം, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിരന്തരമായി നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. കാരണം ഒരു ഭാഷാ പഠനത്തിന്റെ അടിസ്ഥാനം 3 കാര്യങ്ങളാണ് പറയാറ്. ഒബ്സർവ് ആൻഡ് പ്രാക്ടീസ്. രണ്ടാമത്തെ കാര്യം ഒബ്സർവ് ആൻഡ് പ്രാക്ടീസ്. മൂന്നാമത്തെ കാര്യം ഒബ്സർവ് ആൻഡ് പ്രാക്ടീസ്. വേറെ ഒരു എളുപ്പമാർഗവും ഈ ഭാഷാ പഠനത്തിലില്ല. അതുകൊണ്ട് നിരന്തരമായ ക്ലാസ്സുകൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക, ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരുന്നാൽ എത്ര തവണ നിങ്ങളിത് കാണുന്നു അത്ര തവണ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥതലങ്ങളിലുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അത്ര കണ്ട് ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് കയറും. സാധാരണ പഠനത്തെ പറ്റി പറയാറ്, നമ്മളൊരു തൊപ്പിക്കുട വട്ടത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ തൊപ്പിക്കുട വട്ടത്തിൽ വായിച്ചാൽ, അല്ലെങ്കിൽ കേട്ടാൽ, അല്ലെങ്കിൽ കണ്ടാൽ അതൊരു പപ്പട വട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. ഈ പപ്പട വട്ടത്തിൽ മനസ്സിലായ കാര്യം ഒരു ഉറുപ്പ്യന്റെ വട്ടത്തിലേ നമ്മുടെ മനസ്സിലേക്ക് വരും. അതുകൊണ്ടാണ് ഈ ഇംഗ്ലീഷ് ക്ലാസ് നമ്മൾ വളരെ വിശദമായ രീതിയിൽ കഥകൾ, ഉപകഥകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഉദാഹരണങ്ങൾ, ഇതെല്ലാം കൂട്ടിച്ചേർത്ത്, ഇതെല്ലാം ഒന്നിച്ചു ചേർത്ത് വളരെ വിശാലമായ രീതിയിൽ ക്ലാസ് എടുക്കുന്നു. നിങ്ങൾക്ക് സംശയം തോന്നാം, എന്തുകൊണ്ടാണ് എനിക്ക് ആ മാഷ്ക പോയിന്റ് മാത്രം എടുത്താൽ പോരെ, ആ കാര്യങ്ങൾ മാത്രം എടുത്താൽ ഞങ്ങൾക്ക് അത് മനസ്സിലായാൽ അത് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള, പരീക്ഷയ്ക്ക് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പാൻഡമിക്കിന് ശേഷം നമുക്ക് ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാവുന്നതാണ്. ആ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ഏതൊക്കെ ചോദ്യങ്ങൾ വരും, എങ്ങനെയൊക്കെയാണ് ചോദ്യപേപ്പർ ഉണ്ടാവുക എന്നുള്ളതൊക്കെ, എങ്ങനെയൊക്കെയാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത്, എങ്ങനെ നമുക്ക് മാർക്ക് കൂടുതൽ നേടാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ സമയത്ത് ചെയ്യാം. ഇനി അതും നമുക്ക് പറ്റിയില്ല എന്ന് വയ്ക്കാം, നമുക്ക് ഈ നേരിട്ടുള്ള ക്ലാസ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നേരിട്ടുള്ള ക്ലാസ് എടുക്കുന്ന ഈ വീഡിയോയിൽ കൂടെ തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നു.
ഇപ്പോൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ ക്ലാസ് ഏത് സമയത്തും നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ ലഭ്യമായ ക്ലാസ് കൃത്യമായി നിങ്ങൾ കാണുകയും ആ കണ്ടത് വീണ്ടും വീണ്ടും ഒരു സിനിമ കാണുന്നത് പോലെ കാണാവുന്ന രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെന്റ്സ്. അപ്പം അതുകൊണ്ട് ഇത് കണ്ട് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കും അത്രത്തോളം സ്വയം നിങ്ങൾ മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക. ചെയ്തതിന് ശേഷം നമ്മൾക്ക് അടുത്ത ഘട്ടമായ പരീക്ഷ എങ്ങനെ നേരിടാം എന്നുള്ളതിലേക്ക് പോകാം. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ക്ലാസ്സുകൾ മൊത്തത്തിൽ എല്ലാം എടുത്തതിന് ശേഷം നമുക്ക് രണ്ടാമതൊന്നുകൂടെ റിവൈസ് ചെയ്ത് ഇത്തരം പോയിന്റിലേക്ക് വരാം. പ്രത്യേക ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് അതിന് മാത്രമേ ഇപ്പൊ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പോയം ട്രാവൽ, അതിൻ്റെ അവസാന ഭാഗം ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, ഇന്നെടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കുട്ടിയുടെ ഭാവന, കുട്ടിക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ട്. നമ്മളെല്ലാവരെയും പോലെ കുട്ടിക്കും യാത്ര ചെയ്യാനും കാണാത്ത പല സ്ഥലങ്ങൾ കാണുന്നതിനും കാണാത്ത അനുഭവിക്കാത്ത അനുഭവങ്ങൾ ലഭിക്കുന്നതിനൊക്കെ ഉള്ള വളരെ വലിയ ആഗ്രഹമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഈ കവിതയില് കുട്ടിക്ക് പോകേണ്ട സ്ഥലങ്ങളും അനുഭവിക്കേണ്ട കാര്യങ്ങളും കുട്ടിയുടെ ഫാന്റസികളാണ്. അവന്റെ ഭാവനാത്മകമായ ഒരു മനസ്സിൽ നിന്ന് രൂപപ്പെട്ടു വന്ന സ്ഥലങ്ങളും അനുഭവങ്ങളുമാണ്. അതിൽ യഥാർത്ഥമായതുണ്ടാവാം, അയഥാർത്ഥമായതുണ്ടാവാം. നേരത്തെ പഠിച്ച പോലെ തന്നെ കുട്ടി ചൈനയിലെ വൻമതിൽ കാണണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ചൈനയിലെ വൻമതിൽ എന്നുള്ളത് യഥാർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ്. നൈൽ നദിയിൽ കിടക്കുന്ന മുതലകളെ എനിക്ക് കാണണം എന്ന് പറയുന്നു, അത് യഥാർത്ഥമായുള്ള കാര്യം. എന്നാൽ കുട്ടി അതുപോലെ തന്നെ ഭാവനയിൽ നിന്നെടുത്ത, അല്ലെങ്കിൽ കുട്ടികൾക്ക് കഥകളിൽ നിന്ന്, കവിതകളിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള കാര്യങ്ങളുള്ള ഇമാജിനറി ആയിട്ടുള്ള, അതായത് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി കാണണമെന്ന് കുട്ടി കാണണം. അത് ഏറ്റവും ആദ്യത്തെ ഉദാഹരണം തന്നെ ഈ പോയം തുടങ്ങുന്നത് തന്നെ ഐ ഷുഡ് റൈസ് ഇറ്റ്. നിങ്ങൾ ആദ്യത്തെ ഭാഗത്തിൽ ഇത് തുടങ്ങുന്നത് തന്നെ I should like to rise and go where the golden apples grow. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വർണം കൊണ്ടുള്ള ആപ്പിളുകൾ വളരുന്ന ഒരു തോട്ടവുമില്ല. എന്നാൽ ഈ സ്വർണ്ണ ആപ്പിളുകൾ വളരുന്ന ഒരു തോട്ടത്തെ പറ്റി ഗ്രീക്ക് പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്നു. ഹെസ്പെറിഡിസസ് എന്ന ദേവതകളുടെ, പ്രകൃതിയുടെ ദേവതാ പുരാണങ്ങളിൽ പറയുന്ന പ്രകൃതിയുടെ ദേവതകൾ സംരക്ഷിക്കുന്ന ഒരു തോട്ടമുണ്ട്. അത് ഗ്രീക്ക് പുരാണങ്ങളിൽ നിന്ന് ഈ കുട്ടി വായിച്ച് മനസ്സിലാക്കിയത്. ആ തോട്ടത്തില് വളരുന്ന ആപ്പിൾ മരത്തിൽ നിന്ന് കിട്ടുന്ന കായ്കൾ സ്വർണ്ണ ആപ്പിളുകളാണ്. അതൊരു സങ്കല്പം മാത്രമാണ്. ആ സ്വർണ്ണ ആപ്പിളുകള് പറിച്ചു കൊണ്ടുവരാന് ഹെർക്കുലീസിനോട് എർട്ടിസ് എന്നൊരു രാജാവ് ആവശ്യപ്പെടുന്നു. ഹെർക്കുലീസ് എന്ന് പറഞ്ഞത് ഗ്രീക്ക് പുരാണത്തിലെ അതിശക്തനായ ഒരു കഥാപാത്രമാണ്. ഒരു ശക്തനായ അയാൾ ചെയ്ത പാപങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടി 12 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് രാജാവ് ആജ്ഞാപിക്കുകയാണ്. അതിലെ 11ാമത്തെ കാര്യമാണ്, നീ ആ മലയിൽ ഈ ഹെസ്പെറിസൈഡസ് എന്ന് പറഞ്ഞ ദേവതകള് സംരക്ഷിക്കപ്പെടുന്ന ആ മലയിൽ നിന്ന്, ആ ഭൂപ്രദേശത്ത് നിന്ന് വളരുന്ന സ്വർണ്ണ ആപ്പിളുകൾ നീ പറിച്ചു കൊണ്ടുവരണം. നിന്റെ പാപങ്ങൾ തീരാൻ വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങളിലെ 12 കർമ്മങ്ങളിലെ 11ാമത്തെ. ആ കുട്ടിയുടെ ഭാവനയിൽ നിലനിൽക്കുകയാണ്, അങ്ങനെ ഒരു സ്ഥലമുണ്ടെന്നും അവിടെ ദേവതകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നെന്നും അവിടെ എല്ലാ ആപ്പിൾ മരങ്ങളിലും സ്വർണ്ണമാണ്. അപ്പൊ അത്തരം ഭാവനാത്മകമായ സാങ്കല്പികമായ സ്ഥലങ്ങളിലേക്കും പോകണം എന്ന് കുട്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ
ഇതില് ഈ കുട്ടിയുടെ ഭാവനകള്, കുട്ടിയുടെ അനുഭവങ്ങള്, അല്ലെങ്കിൽ ആരാണ് കവിത ചൊല്ലുന്നത്, അയാളുടെ അനുഭവങ്ങള്, അയാളുടെ ചിന്തകള്, അയാളുടെ സ്വപ്നങ്ങള് ഒക്കെയാണ് ഈ കാര്യത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കവിത ഒരു സബ്ജക്റ്റീവ് സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ലിറിക് എന്ന് വിളിക്കാം. ആ ഭാഗത്തിലേക്ക് ഞാൻ പിന്നെ വരാം. ഇനി ഇതിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ കുട്ടിക്ക് കാണേണ്ട സ്ഥലങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് Where among the desert sands some deserted city stands. വളരെ ദൂരെയുള്ള മണലാരണ്യങ്ങളിൽ എവിടെയോ കിടക്കുന്ന, വളരെ ദൂരെയുള്ള അരണ്യങ്ങളിൽ എവിടെയോ കിടക്കുന്ന അബാൻഡൻഡ് ആയിട്ടുള്ള, ഉപേക്ഷിക്കപ്പെട്ടു പോയ, ജീവിതമില്ലാത്ത, ജനങ്ങളെല്ലാം ഒഴിഞ്ഞുപോയി ഇടിഞ്ഞു പൊളിഞ്ഞ തെരുവീതികളും കൊട്ടാരങ്ങളും മാത്രം നിലനിൽക്കുന്ന, മനുഷ്യ ജീവനില്ലാത്ത, ഒരു തരം ജീവികളും വസിക്കാത്ത, ഭീകരമായ, ഭയാനകമായ, ഒഴിവാക്കപ്പെട്ട ഒരു പട്ടണത്തിലേക്ക് എനിക്ക് യാത്ര പോകണം. ഞാൻ വലുതാകുമ്പോൾ ഒരു ഒട്ടകപ്പുറത്ത് കയറി. I will come when I am a man with a camel caravan. ഒരു ഒട്ടകപ്പുറത്ത് കയറി എനിക്ക് ആ പട്ടണം കാണണം, ആ പട്ടണത്തിലേക്ക് പോകണം. അങ്ങനത്തെ ധാരാളം പട്ടണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമി കുലുക്കമോ യുദ്ധങ്ങളോ മറ്റ് പ്രകൃതി ദുരന്തങ്ങളോ ഇത്തരം കാരണങ്ങൾ കൊണ്ട് ജനജീവിതം ഉള്ള ജനങ്ങൾ പാടെ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ പലായനം ചെയ്യപ്പെടുകയോ ചെയ്ത പല പട്ടണങ്ങളുണ്ട്. എന്നാൽ ആ സ്ട്രക്ചറുകൾ, ആ പട്ടണത്തിന്റെ കെട്ടിടങ്ങള്, തെരുവീതികള് എല്ലാം അതുപോലെ നിലനിൽക്കും. അപ്പൊ അങ്ങനെ നിലനിൽക്കുന്ന ഈ സമയത്ത് ഇത്തരം പട്ടണങ്ങളും തെരുവീതികളും ഒക്കെ അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ജീവിതമില്ല, ബാക്കി പട്ടണാവശിഷ്ടങ്ങളെല്ലാം ഉണ്ട്. അങ്ങനത്തെ ധാരാളം പട്ടണങ്ങൾ ഉണ്ട്. ധനുഷ്കോടി അതിനൊരു ഉദാഹരണം. കൊടുങ്കാറ്റ് വന്ന് ധനുഷ്കോടിയിലെ വെള്ളം കയറിയ അവിടുത്തെ ജനങ്ങളൊക്കെ പലായനം ചെയ്ത് അത്തരത്തിലുള്ള പല പട്ടണങ്ങളും. അങ്ങനെ മരുഭൂമിയിൽ ഫാർ ഫാർ അവേ, ഈജിപ്തിൽ ദൂരെയുള്ള ഒരു മരുഭൂമിയിൽ എനിക്ക് കാണണം. എപ്പോൾ ഞാൻ വലുതാകുമ്പോൾ, ഒരാണാകുമ്പോൾ, ഒരു പുരുഷനാകുമ്പോൾ ഒട്ടകത്തിൽ കയറി എനിക്ക് അവിടെ പോകണം. അവിടുത്തെ പ്രത്യേകത എന്താ? All his children sheep and prince, grown to manhood ages since. All his children sheep and prince, grown to manhood ages since. അതായത് അവിടെയുള്ള കുട്ടികള്, തൂപ്പുകാര്, രാജാക്കന്മാര് എന്ന് വേണ്ട സകലരും വളർന്ന് വലുതായി മരണപ്പെട്ടു, വളരെ കാലങ്ങൾക്ക് മുന്നേ വളർന്ന് വലുതായി മരണപ്പെട്ടവരാണ്. അവിടെ വേറെ ആ പ്രദേശത്ത് ഒരാളും തന്നെ ജീവിക്കുന്നില്ല. അവിടെ എല്ലാം ഉണ്ടായിരുന്നു. കുട്ടികളുണ്ടായിരുന്നു, യാചകരുണ്ടായിരുന്നു, തൂപ്പുകാരുണ്ടായിരുന്നു, രാജകുമാരന്മാരുണ്ടായിരുന്നു. എല്ലാവരും വളർന്ന് വലുതായി, കാലങ്ങൾക്ക് മുന്നേ വളർന്ന് വലുതായി മണ്ണടിഞ്ഞു പോയവരാണ്. പിന്നെയോ ആ വളരെ ഭയാനകമായ നിശബ്ദതയാണ് അവിടെ. അവിടെ മനുഷ്യന്റെ പാദചലനങ്ങളില്ല. ഒരു വീടിലോ തെരുവീതികളിലോ മനുഷ്യന്റെ പാദചലനങ്ങളില്ല. അതുപോലെ തന്നെ കുട്ടികളുടെയോ ഒരു എലിയുടെയോ ചലനങ്ങളോ അല്ലെങ്കിൽ അവയുടെ പ്രസൻസോ, കുട്ടികളോ എലികൾ പോലുള്ള ക്ഷുദ്രജീവികൾ പോലുമില്ല. കുട്ടികളുടെ പാദചലനങ്ങളില്ല, കുട്ടികളുടെ ഓട്ടമില്ല, കളികളില്ല, കളിച്ചാർത്ത് തിമർപ്പുകളില്ല. അങ്ങനെ അതിഭീകരവും നിശബ്ദവും നിഗൂഢവുമായിട്ടുള്ള ആ പട്ടണം. ആൻഡ് രാത്രി വരുന്നതോടുകൂടി ഒരു വെളിച്ചത്തിന്റെ കണിക പോലും കടന്നു ചെല്ലാത്ത ആ പട്ടണം. നമ്മുടെ പട്ടണങ്ങളിലൊക്കെ രാത്രി ആയി കഴിഞ്ഞാൽ, മഞ്ചേരി പട്ടണത്തിന്റെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, രാത്രി ആയി കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള കെട്ടിടങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടാവും? തെരുവിളക്കുകൾ ഉണ്ടാവും, വെളിച്ചങ്ങൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പൊ അതിന് പകരം ഈ പട്ടണത്തിൽ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ രാത്രിയായി കഴിഞ്ഞാൽ അതിഭീകരമായ ഇരുട്ടാണ്, കൂരിരുട്ടാണ്. അത്തരത്തിലുള്ള ഒരു പട്ടണത്തിലേക്ക് എനിക്ക് വലുതാകുമ്പോൾ പോകണം. എന്നിട്ടോ പോയി അതിലൂടെ വളരെ ആ ഇരുട്ടിന്റെ, ആ ഭീകരമായ പട്ടണത്തിന്റെ, അതിന്റെ നിഗൂഢമായ പ്രദേശങ്ങളിലേക്ക് എനിക്ക് നടന്നു പോകണം. ആ ഒറ്റപ്പെട്ട ഭീകരമായ രാത്രിയിൽ ഒരു വെളിച്ചത്തിന്റെ നിഴൽ, ഒരു തുള്ളി പോലും ഇല്ലാത്ത ആ പട്ടണത്തിലേക്ക് കടന്നു ചെന്ന് ആ പട്ടണത്തിലെ ഒരു കെട്ടിടത്തിനുള്ളിലെ വിശാലമായ ഒരു ഭക്ഷണശാലയിലേക്ക് എനിക്ക് കടന്നു കയറണം.
ലൈറ്റ് എ ഫയർ ഇൻ ദ ഗ്ലൂം ഓഫ് സം ഡസ്റ്റി ഡൈനിങ് റൂം. അവിടെ കയറി ചെല്ലുമ്പോഴോ ആ ഡൈനിങ് റൂമിൽ നിറയെ പൊടിയാണ്. പിന്നെ ടേബിളിൽ പൊടി, ചെയറിൽ പൊടി, എല്ലാ ഭാഗത്തും പൊടിയാണ്. കൂരാക്കൂരിയിട്ടാണ്. അവിടെ എനിക്കൊരു മെഴുകുതിരി കത്തിക്കണം. എന്നിട്ട് ആ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ ആ ഡൈനിങ് റൂം എനിക്ക് കൃത്യമായി കാണണം. ലൈറ്റ് എ ഫയർ ഇൻ ദ ഗ്ലൂം ഓഫ് സം ഡസ്റ്റി ഡൈനിങ് റൂം. അതിൻ്റെ ആ ഇരുണ്ട ഭീകരതയുള്ള ആ റൂമിലേക്ക് ഒരു വെളിച്ചത്തിന്റെ കണിക അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ ഒരു മെഴുകുതിരി വെളിച്ചം എനിക്ക് അവിടെ ഉണ്ടാക്കണം. അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു ലൈറ്റ് കത്തിക്കണം. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം ആ വിശാലമായ ഭക്ഷണശാലയുടെ ചുമരുകളിൽ തൂക്കിയിട്ടുള്ള, വളരെ പണ്ട് കാലത്തൊക്കെ ചിത്രകാരന്മാർ വരച്ചിട്ടുള്ള യുദ്ധവീരന്മാരുടെയും യുദ്ധങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഒക്കെ ചിത്രങ്ങൾ ചുമരുകളിൽ തൂക്കുക എന്നുള്ളത് ആഢ്യഗൃഹങ്ങളിലും അതുപോലെ തന്നെ പ്രഭു കുടുംബങ്ങളുടെ വീടുകളിലും കൊട്ടാരങ്ങളിലും ഒക്കെ പതിവായിരുന്നു. അപ്പൊ ആ ഡൈനിങ് ഹാളിൽ പൊടി പിടിച്ച് കിടക്കുന്ന അത്തരത്തിലുള്ള യുദ്ധവീരന്മാരുടെ ചിത്രങ്ങളും ആഘോഷങ്ങളുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ യുദ്ധത്തിന്റെ ചിത്രങ്ങളും എല്ലാം എനിക്ക് കാണണം. ഈ മെഴുകുതിരി വെളിച്ചത്തിൽ എനിക്ക് കാണണം. ആൻഡ് അവിടെ ഈ ഡൈനിങ് ഹാളിന്റെ അല്ലെങ്കിൽ ഈ വീടിന്റെ മൂലയിൽ കൂട്ടിയിട്ടിരിക്കുന്ന കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന കളിപ്പാട്ടങ്ങൾ, അന്ന് കാലത്ത് കുട്ടികൾ കളിച്ച് ഉപേക്ഷിക്കപ്പെട്ടു പോയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ എനിക്ക് കാണാം. ഉദാത്തമായ ഭാവനയാണ്. അപ്പൊ ഇതാണ് ഈ കുട്ടികൾക്ക് ഈ പിന്നെ ഇതോടുകൂടി നമ്മുടെ ഈ പോയം അവസാനിക്കുകയാണ്. അവസാനമായിട്ട് കുട്ടിക്ക് ഈ കാണേണ്ട കാര്യം അത് ഞാൻ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് എക്സ്പ്ലനേഷൻ തരാം. അപ്പം തന്നെ മലയാളം. Where among the desert stands some deserted city stands. Deserted city. Marubhumi, the city is situated in a desert. In a desert here, it is in a desert in Egypt. Egypt were deserted. In a desert, the city is situated. It is a deserted city. Means മരുഭൂമിയിലെ ഡെസേർട്ടിലാണ് ഈ സിറ്റി കിടക്കുന്നത്, ഈ പട്ടണം കിടക്കുന്നത്. അത് ഡെസേർട്ടഡ് ആയിട്ടുള്ള പട്ടണമാണ്, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടതാണ്. ഡെസേർട്ട് എന്ന മരുഭൂമി എന്നാൽ അർത്ഥം മരുഭൂമി. ഡെസേർട്ടഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരാലും ഒഴിവാക്കപ്പെട്ട, എല്ലാവരാലും ജനജീവിതങ്ങൾ ഇല്ലാത്ത, ജനങ്ങളാൽ ഒഴിവാക്കപ്പെട്ട ആ പട്ടണം എനിക്ക് കാണാം. Where among the desert sands, മണലാരണ്യത്തിലെ മണലിൽ നിലക്കുന്ന എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ആ പട്ടണം എനിക്ക് കാണണം. ആൻഡ് പിന്നെന്ത് കാണണം? ആ പട്ടണത്തിന്റെ പ്രത്യേകതയോ, all its children sip and prince grown to manhood ages since. അവിടെയുള്ള എല്ലാ കുട്ടികള്, പിന്നെ തൂപ്പുകാര് മുതൽക്ക് രാജകുമാരന്മാർ വരെ ഉള്ള എല്ലാ ജനങ്ങളും യുഗങ്ങൾക്ക് മുന്നേ വളർന്ന് വലുതായി മണ്ണടിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ട്. ആരും തന്നെ അവിടെ ജീവിക്കുന്നില്ല. all its children sip and prince grown to manhood ages since. even the seepers to prince, the children, everybody has grown up and died. Nobody is there. No life is there. No, nothing is there. No, even a movement of a child or a movement of a child or a sound of a footstep, nothing is there. Complete silence. Not a foot in street or house. Not a stir of child or mouse, not a foot in street of house. In that deserted city, there is no sound of even footsteps in the street or in the house, and there is no sound of children. There is no sound of movement of mouse. ഒരു എലി ഓടിപ്പോകുന്ന ശബ്ദമോ അല്ലെങ്കിൽ കുട്ടിയുടെ പാദചലനങ്ങളോ അല്ലെങ്കിൽ മറ്റു ജനങ്ങളുടെ പാദചലനങ്ങളോ ശബ്ദമോ അവിടെയില്ല. And when kindly falls the night, in all the towns no spark of light. When the night comes, you could not see even a spark of light. Absolute darkness. Nothing can be seen because no life is there. Nobody is there. Nobody wants it. Even no mouse is there. എലി പോലുമില്ല, മനുഷ്യരില്ല, എലിയില്ല. അതാ പ്രകാശത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തുള്ളി പ്രകാശം പോലും വരാത്ത ഭീകരമായ ആ പട്ടണം. അവിടെ എനിക്ക് എപ്പോ പോകണം? Then I will come when I am a man with a camel caravan. ഒരു camel caravan ഏറി I will go there with a camel caravan. I will go there to see all these things in a camel caravan.
And what now? Again, what I want to do? What the child want to do? പിന്നെന്താണ് ചെയ്യേണ്ടത്? Light a fire in the glory of some dusty dining room. There will be dining rooms, as I told earlier. There will be uh, very big dining rooms, very big dining halls, very wide dining halls in lords' houses and as well as kings' houses and the rich men's houses. You can see very large and wide dining rooms. No, since nobody is there, all the dining rooms are filled with dust. Even table, chair, bench, everything is filled with dust. I want to go there and very slowly I want to light a candle and to open and to remove the darkness there by a small light of the candle. I want to do that. And അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെറിയൊരു മെഴുകുതിരി കത്തിച്ച് ആ വെളിച്ചത്തിൽ ഇതെല്ലാം കാണണം. അതിൻ്റെ ചുമരുകളിൽ പതിച്ചിട്ടുള്ള and some see the pictures on the walls, heroes, fights and festivals. There will be walls pictures hanging on the walls, beautiful pictures drawn by some expert artist will be hung on the wall of the dining room. There will be pictures about war heroes, about wars, about festivals. യുദ്ധങ്ങളെയും യുദ്ധാക്കളെയുമുള്ള ചിത്രങ്ങൾ എനിക്ക് കാണുന്നു. ആൻഡ് പണ്ട് കാലത്ത് and in a corner find the toys of the old Egyptian boy. When the dining room I lit a light and I saw the dining room full of dust. Then I looked at the wall where I saw I want to see the pictures of heroes, war and festival. Then I will look around and I want to see the toys which were used by young Egyptian boys at that time, the old Egyptian boys. ആ കുട്ടികൾ, ആ കാലത്തുള്ള കുട്ടികൾ കളിച്ചിരിക്കുന്ന കളിപ്പാട്ടങ്ങൾ ഒരു ഭാഗത്ത് മൂടിയിട്ടുണ്ട്, അതെനിക്ക് കാണാം. ഇതെല്ലാം ഈ കുട്ടിയുടെ ഫാന്റസിയാണ്. ഈ കുട്ടിയുടെ ഇനി ഈ ക്ലാസ്സിൽ എല്ലാവരും പങ്കെടുത്ത് ഈ ക്ലാസ് കണ്ടതിന് ശേഷം ആണ് നിങ്ങൾ ഈ ക്ലാസ് ഇട്ട് കണ്ടതിന് ശേഷമാണ് നിങ്ങൾ ഇതിൽ പ്രസന്റ് പറയേണ്ടത്. ആ പ്രസന്റ് പറയുമ്പോൾ ഈ ക്ലാസിന്റെ കോഡ് XXX 3x ആണ്. അപ്പൊ അതുകൊണ്ട് 3x അടിച്ചതിന് ശേഷം പ്രസന്റ് എന്ന് പറയുക. ഇത് നിങ്ങൾ ക്ലാസ് കണ്ടു എന്നുള്ളതിനുള്ള ഒരു തെളിവാണ്. കാരണം ഞാനിത് പറയുന്നത് ഈ ക്ലാസിന്റെ ഏകദേശം മധ്യഭാഗത്താണ്. അപ്പൊ ക്ലാസ് കണ്ട ഈ കോഡ് XXX എന്നടിച്ചതിന് ശേഷം വേണം പ്രസന്റ് എന്നടിക്കാൻ. അപ്പൊ അത് മറ്റ് നിങ്ങളെ കൂട്ടുകാർക്ക് അറിയാം, പ്രസന്റ് മറ്റോൻ XXX അടിച്ചാൽ ഞാനും അതാണ് അടിച്ചാൽ മതി എന്ന് അറിയാം. അപ്പൊ ആത്മാർത്ഥമായിട്ട് നിങ്ങളിത് കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ വളരെ ചെറിയൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ടെസ്റ്റ് എന്നുള്ള നിലയ്ക്ക്, ചെറിയൊരു പരീക്ഷണം എന്നുള്ള നിലയ്ക്കാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ആരോടും ഈ കോഡ് ഡിസ്ക്ലോസ് ചെയ്യരുത്. നിങ്ങൾ XXX 3x അടിക്കുക, പ്രസന്റ് എന്നടിക്കുക. അപ്പൊ മറ്റുള്ളവർ ചോദിക്കും നിങ്ങളോട് എന്തുകൊണ്ടാണ് ഈ 3x പ്രസന്റ് അടിച്ചത്, അത് തെറ്റടിച്ചാണെന്ന് പറഞ്ഞാൽ മതി. എന്താണ് രഹസ്യം പറഞ്ഞു കൊടുക്കുക. അത് പറഞ്ഞു കൊടുത്താൽ ഇനി അടുത്ത് വരുമ്പോൾ എല്ലാവർക്കും വേണമെങ്കിൽ അത് ചെയ്യാം. കാരണം ഓരോരുത്തർക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ ഒരാൾ മാത്രം കണ്ടു കഴിഞ്ഞാൽ അയാൾ പ്രസന്റ് കൊടുത്താൽ ഈ ഇതിൽ നോക്കിയാൽ എല്ലാവർക്കും അറിയാലോ ഇതിന്റെ ഇതാണ്. പ്രസന്റ് എന്ന് പറഞ്ഞപ്പോൾ കൊടുത്തിട്ടുള്ള കോഡ് എന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഒരു രീതിയിൽ എല്ലാവരും കാണുന്നുണ്ട് എന്നുള്ളൊരു തെളിവിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നു എന്നുള്ളൂ. ഇതിൽ സൂത്രം ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഇപ്പൊ ആരെങ്കിലും ഒരാൾ പ്രസന്റ് XXX എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ അടിച്ചു വിടുമല്ലായിരിക്കും. ആട്ടെ, ഏതായാലും നമ്മൾ ഇന്നത്തെ ഇതിൽ പ്രസന്റ് പറയേണ്ടത് ഇങ്ങനെയാണ്. ഈ ക്ലാസ് ഏകദേശം 1 മണിയാകുമ്പോൾ നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നീട് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കവിതകൾ, ചില കവിതകളൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള കവിതകൾ കൂടി നമ്മൾ ഇതിൽ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കവിതകളിൽ ഒരു കവിത നമുക്ക് നമ്മളെ പാഠഭാഗത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ പാഠം തുടങ്ങുന്നതിന് മുന്നേ തന്നെ വളരെ പ്രശസ്തമായ ഒരു കവിതയുടെ അവസാനത്തെ വരികൾ കൊടുത്തിട്ടുണ്ട്. അതും ഒരു യാത്രയുമായി ബന്ധപ്പെട്ടതാണ്. ഈ യാത്രയുമായി ബന്ധപ്പെട്ട ഈ കവിത എഴുതിയിട്ടുള്ളത്, ഈ കവിതയുടെ പേര് സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ്
ഓൺ എ സ്നോയി ഈവനിങ് ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന കവിയാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ്. ഈ വാക്കിൽ തന്നെ മനസ്സിലാക്കാം, വുഡ്സ് എന്ന് പറഞ്ഞത് ഇവിടെ കാട് എന്നുള്ള അർത്ഥത്തിലാണ്. മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സായാഹ്നത്തിൽ ഒരു കാടിനടുത്ത് നിൽക്കുക എന്നുള്ളതാണ് ഈ കവിതയുടെ പേര്. ഈ കവിത വളരെ പ്രശസ്തമായൊരു കവിതയാണ്. ഇത് നമ്മൾ കാണാപാഠം പഠിച്ചു വെക്കേണ്ട കവിതയാണ്. ഇംഗ്ലീഷ് ഭാഷ നമ്മളിനി ഇതിനെ സ്നേഹിക്കുകയും ഇതിനെ പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാവിയിലേക്കും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കൂടുതൽ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയുക, പഠിക്കുക, പല കവിതകളും കേൾക്കുക, പലതും ചെയ്യുക, എല്ലാം നിങ്ങളുടെ പരീക്ഷ എഴുതാനുള്ള കഴിവിനെ വർദ്ധിക്കുക. അപ്പൊ ആ കവിതയാണ് വെച്ചാൽ, The woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep. ഒരു യാത്രികൻ ഒരു കുതിരപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അയാളുടെ ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടി വളരെ വേഗത്തിൽ കുതിരപ്പുറത്ത് ഓടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കടന്നു പോകുന്നത് അയാളൊരു കുറെ കഴിഞ്ഞപ്പോൾ അയാളൊരു കാനന പാതയിലേക്ക് കയറി. അങ്ങനെ കാടിന പാതയിലൂടെ അയാൾ കുതിരയെ ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ, കുതിരയെ ഓടിച്ച് വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി പോകുമ്പോൾ ചുറ്റുപാടും അയാൾ വളരെ ഭംഗിയുള്ള ഇടതൂർന്ന കാട് കാണുകയാണ്. വൈകുന്നേരങ്ങളിലെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന മരങ്ങളും മഞ്ഞ് വളരെ നനുത്ത മഞ്ഞ് പെയ്യുന്നു, തണുത്ത കാറ്റടിക്കുന്നു. ഭംഗിയുള്ള ഇടതൂർന്ന വനത്തിന്റെ ഒരു ഒറ്റ ഇടവഴിയിലൂടെ അയാൾ കുതിരയെ ഓടിച്ച് ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ യാത്രികൻ. അങ്ങനെ ആ യാത്രികൻ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ അയാൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ നിർത്തണം, എനിക്ക് ഈ കാടിന്റെ സൗന്ദര്യം ആസ്വദിക്കണം, എനിക്ക് നിർത്തിയിട്ട് കാടിന്റെ സൗന്ദര്യം ആസ്വദിച്ച് ഇവിടെ എൻ്റെ മനസ്സും ശരീരവും ശുദ്ധമാക്കണം, പല അനുഭവങ്ങളിലൂടെയും കടന്നു പോകണം എന്നുള്ള ആഗ്രഹം എല്ലാം ഈ യാത്രികനുണ്ട്, നമുക്കും ഉണ്ട്. ലക്ഷ്യത്തിലേക്ക് വേണ്ടി, പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കുടുംബം നോക്കുന്നതിന് വേണ്ടി, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടി യാതനകളും ഓഫീസുകളിലെ ജോലികൾ ചെയ്യുന്നതിന് വേണ്ടി, ഇങ്ങനെ കൃത്യമായ ജോലികൾ ചെയ്ത് നമ്മളെ ജീവിത ലക്ഷ്യം നേടുന്നതിന് വേണ്ടി കൊതിച്ചു പായുന്ന നമുക്ക് എല്ലാവരുടെ മനസ്സിലുണ്ട് എപ്പോഴെങ്കിലും ഒന്ന് നിർത്തണം, ഒന്ന് നിർത്തിയിട്ട് ഈ കാടൊക്കെ ഒന്ന് കാണണം, ഒന്ന് നിർത്തിയിട്ട് ഈ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കണം. പക്ഷെ അദ്ദേഹത്തിന് സൗന്ദര്യം ആസ്വദിക്കാനുള്ള സമയമില്ല. അദ്ദേഹം പറയുന്നതാണ്, The woods are lovely, dark and deep, but I have promises to keep and miles to go before I sleep. എനിക്ക് വാഗ്ദാനങ്ങൾ ധാരാളം നിറവേറ്റേണ്ടതുണ്ട്. ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഞാൻ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ജോലി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എത്തണമെങ്കിൽ എനിക്ക് മൈലുകൾ കാതങ്ങൾ താണ്ടണം. അപ്പോൾ എനിക്ക് കാണാനും ഇത് കാണാനുള്ള സമയമില്ല, ഇത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സമയമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നമ്മൾ എല്ലാവരും കടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്കും തന്നെ നിങ്ങളുടെ വീടുകളിൽ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലെ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ച് കവിതകൾ ഉണ്ടാക്കാം. നിങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഉണ്ടാക്കാം. വരൂ, ഞങ്ങളുടെ നാട്ടിലെ പ്രകൃതി രമണീയത ആസ്വദിക്കാൻ വരൂ, നനുത്ത തണുപ്പ് ആസ്വദിക്കാൻ വരൂ, ആകാശം മുട്ടുന്ന കുന്നുകൾ ആസ്വദിക്കാൻ വരൂ, ഇടതൂർന്ന വനങ്ങൾ ആസ്വദിക്കാൻ വരൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ പുഴയുടെ ഭംഗി ആസ്വദിക്കൂ. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്ന. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പോസ്റ്ററിൽ എഴുതുന്നതും നമ്മളൊരു പഠന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അത് നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാം. അപ്പൊ യാത്ര ചെയ്യുന്ന ഇയാൾക്ക് കാണേണ്ടത് ഇതുപോലെ തന്നെ ഒരു ട്രാവലിന് പോകാനാണ് അയാൾക്ക് ആവശ്യം. ഈ കാട്ടിലൂടെ ട്രാവലിന് പോകാനും അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാനും ഒക്കെ ആവശ്യങ്ങളുണ്ട്. പക്ഷേ നമ്മളെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ, ജീവിതത്തിലെ ആ ഓട്ടം, നമുക്ക് ലക്ഷ്യത്തിലെത്താനുള്ള ഓട്ടം നിർത്താൻ സാധിക്കുന്നില്ല. വളരെ മനോഹരമായ ഒരു കവിതയാണ്. The woods are lovely, dark and deep, but I have promises to keep and miles to go before I sleep, and miles to go before I sleep. ഇത് ഏകദേശം നമുക്ക് മലയാളത്തിൽ, കമനീയമാം വനം ഘനശ്യാമനീലമെങ്കിലും ഞാൻ വാഗ്ദാനങ്ങളേതും പാലിക്ക വേണം, ഉറങ്ങിയിടും മുമ്പെനിക്ക് പോവാനുണ്ടോ ഏറെ ദൂരം, ഉറങ്ങിയിടും മുമ്പെനിക്ക് പോകാനുണ്ടേറെ ദൂരം.
ഭംഗിയുള്ള കാനനമാണ്, അതിൽ ആസ്വദിക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കവിതകൾ, പലതരത്തിലുള്ള അങ്ങനത്തെ കവിതകളൊക്കെ നിങ്ങൾ ആദ്യത്തെ 2-3 വരികൾ വായിച്ചു വയ്ക്കുകയും കണക്ക് പഠിക്കുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും. യു വിൽ ഗെറ്റ് എ മാസ്റ്ററി ഇൻ ഇംഗ്ലീഷ് and in spoken English as well. Okay, then we go to another some important study points in it. There are some devices used in the poetry. Devices means ചില തന്ത്രം. ഉദാഹരണമായിട്ട് കവിത എഴുതുമ്പോൾ വൃത്തം, ഉപമ, അല്ലെങ്കിൽ അലങ്കാരങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ കവിത എഴുതുമ്പോൾ ഉപയോഗിക്കണം. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മലയാള കവിതയിൽ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്നു. ഇപ്പൊ ചന്ദ്രനെ പോലെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ദേഷ്യം പിടിക്കും, കാരണം കുണ്ടും കുഴിയൊക്കെ ഉള്ളതാണെന്നുള്ള ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. പണ്ട് കാലത്ത് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്നു, നിന്റെ മുഖം ചന്ദ്രനെ പോലെ ഭംഗിയുള്ളതാണ് എന്നാണ്. ഇതിന് ഉപമ എന്ന് മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ സിമിലി എന്ന് പറയും. ഇതിൽ കണ്ടെത്തിയ സിമിലികളും നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഈ ഫോറസ്റ്റ് ഹോട്ട് ആസ് ഫയർ, തീ പോലെ ചൂടുള്ള കാട്, ഹോട്ട് ആസ് ഫയർ. അതുപോലെ തന്നെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ലൈക്ക് സിൽക്ക്. അത് ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഉദാഹരണങ്ങൾ നമ്മൾ സാധാരണ ഉദാഹരണങ്ങൾ പറയാം. ഇപ്പൊ കപ്പ വെച്ചാൽ നമ്മളെന്താണ്, നെയ്യ് പോലെയുള്ള കപ്പ, അത് നെയ്യായിട്ടാണ്. അത് ആ കപ്പ അതിനോട് ഉപമിക്കുകയാണ് നമ്മൾ, അതിന്റെ ടേസ്റ്റും ഗുണങ്ങളും ഒക്കെ വെച്ച്. അത്തരം ഡിവൈസസ് നമ്മൾ കവിതകളിലും ഉപയോഗിക്കാം. ആ ഡിവൈസസ് ഇതിന് പറയുന്ന പേര് സിമിലീസ് എന്നാണ്. ഇനി ഈ കവിതയിലൊരു റിതം, ചൊല്ലാനൊരു സുഖമുണ്ട്. I should like to rise and go where the golden apples grow. ആ രണ്ടാമത്തെ വരിയിൽ ഗോ ഗ്രോ ഓ ഓ എന്നാണ്. മറ്റേ സ്കൈ ലൈ, അത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയത്. ഓരോ 2 വരിയിലും അവസാനിക്കുന്നത് ഒരേ വാക്കുകളായി. അപ്പൊ ആ കവിത ചെല്ലാനൊരു സുഖം, ആ സുഖം ആ രീതിക്കാണ് നമ്മൾ അതിന്റെ റിതം എന്ന് പറയുന്നത്. പിന്നെ ഈ കവിതയുടെ ഒരു പ്രത്യേകത, ഈ കവിത ഒരു ലിറിക്കാണ്. ലിറിക് എന്ന് പറയുന്നത് ശരിക്കും ഉണ്ടായിട്ടുള്ള ലയർ എന്നാണ് ഗിറ്റാറിന്റെ കമ്പികൾക്ക് പറയാം. അപ്പൊ ഒരു കമ്പി കൊണ്ട് മാത്രം പാടാവുന്ന പാട്ട്, അതാണ് ലിറിക്. ഒരു കമ്പി കൊണ്ട് മാത്രം പാടാവുന്ന പാട്ട്. ഇവിടെ ലിറിക് എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് കവിയുടെ ഭാവനകൾ മാത്രമേ പറയൂ. അയാളുടെ ഫീലിങ്ങുകൾ, അയാളുടെ അനുഭവങ്ങൾ, അയാളുടെ മൂല്യങ്ങൾ, അയാളുടെ കാര്യങ്ങൾ, അയാൾക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ, അയാൾക്ക് കാണേണ്ട കാര്യങ്ങൾ, അയാൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ, അത് മാത്രം ഈ കവിതയിൽ പറയുന്നത്. ശ്രദ്ധിച്ചു, വൺ സ്പീക്കർ. ഈ കവിത വായിക്കുമ്പോൾ നമുക്കറിയാം ആ കുട്ടിയായിട്ട് R.L. സ്റ്റീഫൻസൺ പിന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അയാൾ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ ഈ കവിത, അതുകൊണ്ടാണ് ഈ കവിതയെ ലിറിക് എന്ന് പറയുന്നത്. ഇതൊരു ലിറിക്കാണ്, ലിറിക്. ഇനി രണ്ടാമത്തത്, ഇതിന്റെ സബ്ജക്റ്റിവിറ്റിയാണ്. ഇവിടെ കവി പറയുന്നത് കവിയുടെ ഭാവനകളാണ്. നിങ്ങൾക്ക് പോകണം, നിങ്ങൾക്ക് പോയിക്കൂടെ, ഞാൻ പോയിട്ടുണ്ട് അവിടെ എന്നേ പറയുന്നുള്ളൂ. എനിക്ക് പോകണം എന്നോ. ഇവിടെ അഹംബോധമല്ല, ഞാൻ പോയിട്ടുണ്ട്, എനിക്ക് അനുഭവിക്കണം, ഞാൻ അങ്ങനെ കാണണം എന്നുള്ളത് മാത്രമേ ഇവിടെ പറയുള്ളൂ. അല്ല നിങ്ങൾ പോകൂ, നിങ്ങൾ കണ്ടോ എന്നുള്ള ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള സിദ്ധാന്തം, അല്ലെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് കടലിനെ പറ്റിയൊരു കവിത എഴുതിയ ഒരു കവി, കടൽ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇരമ്പിക്കിടക്കുന്നതാണ്, അഗാധമാണ്, മറ്റതാണ്, കാര്യങ്ങളൊക്കെ കവിത എഴുതി കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു സബ്ജക്റ്റിവിറ്റി ഇല്ല. പക്ഷെ കടൽ കാണാൻ പോകുന്നു, ഞാൻ കണ്ട കടലിന് അങ്ങനെയാണ് എന്ന് പറയുമ്പോഴാണ് അതിന് സബ്ജക്റ്റിവിറ്റി വരുന്നത്. സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അവനവന്റെ അഭിപ്രായം മാത്രം പറയുന്നത് എന്നുള്ള സാമാന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഡിസ്ക്രിപ്ഷൻ, പ്രകൃതിയെ വളരെ ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട് ഈ കവിതകൾ. ഇതിന്റെ ഓരോ ഭാഗം എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. I should like to rise and go where the golden apples grow, where below another sky, parrot island anchored lie, and watched by cockatoos and gods. വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്, വളരെ
കൃത്യമായ വിവരണങ്ങളാണ്. എവിടെയൊക്കെയാണ് പക്ഷികൾ ഉണ്ടാകുന്നത്, ആ പക്ഷികളുടെ പോകേണ്ട സ്ഥലങ്ങളുടെ പ്രകൃതിയെക്കുറിച്ച് കൃത്യമായി വളരെ ഭംഗിയായി ഈ കവിതയിൽ വിവരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ കവിതയിൽ ഓരോ ഭാഗത്തു നിന്ന് കണ്ടെത്താവുന്നതാണ്. ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴുള്ള സ്ഥലങ്ങൾ, അവിടെയുള്ള കാര്യങ്ങൾ. ഇപ്പോ പിന്നെ ആ ഡെസേർട്ടിലെ ഒരു കച്ചവട സ്ഥാപനങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന അതൊക്കെ കാണുമ്പോൾ അതിന്റെ ആ വിവരണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ കൃത്യമായ ഒരു ബോധം വരും. അതുപോലെ തന്നെ ആ ഡെസേർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യവാസമില്ലാത്ത ആ പട്ടണത്തെ പറ്റിയൊക്കെ വിവരിക്കുന്ന സമയത്ത് ആ കൃത്യമായ ഒരു ധാരണ നമുക്ക് തന്നെ, ഈ ഇരുട്ട്, അതിന്റെ ഭീകരത, അതിന്റെ പിന്നെ നിശബ്ദത, അതിലേക്ക് നമ്മൾ പോകുന്നു, അതിനുള്ളിലേക്ക് പോയി നമ്മൾ ആ ഡൈനിങ് റൂമിൽ കയറുന്നു, ചെറിയൊരു വെളിച്ചം നമ്മൾ പകരുന്നു, മെഴുകിരിക്ക് വെളിച്ചം പകരുന്നു, അതോടുകൂടി അത് പ്രകാശമാണ്. അത്ര കൃത്യമായ ഡിസ്ക്രിപ്ഷൻസ് ഈ കാര്യങ്ങളിലുണ്ട്. അതൊക്കെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. അത് നിങ്ങൾ ശ്രമിക്കുക. പിന്നെ സെൻസസ് പെർസെപ്ഷൻ ഓഫ് ദി നേച്ചർ, അതായത് ഈ പ്രകൃതിയെ നമുക്ക് പല രീതിയിൽ കാണാം, പ്രകൃതിയിലെ ശബ്ദങ്ങൾ കേൾക്കാം, കാറ്റ് തുടങ്ങിയ മറ്റൊന്ന് അനുഭവിക്കാം, സ്മെല്ല് നമുക്ക് കേൾക്കാം, നമുക്ക് പഴങ്ങളുടെ രുചിഭേദങ്ങൾ നമുക്കറിയാം. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവവേദ്യമാക്കുന്ന അനുഭവങ്ങൾ ഈ കവിതയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഓരോ വരികളിലും അത്തരത്തിലുള്ള അനുഭവങ്ങൾ, ഈ 5 പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങൾ പോലും നമുക്ക് ഈ കവിതയിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അതില് വേർ ദ ഗ്രേറ്റ് വാൾ അറൗണ്ട് ചൈന ഗോസ്, അത് നമുക്ക് കാഴ്ചാനുഭവം. ആൻഡ് വൺ സൈഡ് ദ ഡെസേർട്ട് ബ്ലോസ്, കാറ്റടിക്കുന്നു, ആ കാറ്റടിക്കുന്ന നമ്മുടെ ശരത്ത് തട്ടുന്നു, അത് നമുക്ക് സ്പർശനാനുഭവമാണ്. ആൻഡ് വിത്ത് ദ വോയിസ് ഓഫ് ബെൽ ആൻഡ് ഡ്രം, ഡ്രമ്മിന്റെയും ബെല്ലിന്റെയും ശബ്ദം നമ്മുടെ ചെവിക്കുള്ള അനുഭവമാണ്. ആൻഡ് ഇത്തരത്തിലുള്ള എല്ലാ അനുഭവങ്ങളും, ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭ്യമാവുന്ന പഞ്ചേന്ദ്രിയ അനുഭവങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭ്യമാക്കി തരുന്ന രീതിയിലാണ് ഈ കവിതയുടെ ഒരു സ്ട്രക്ചർ, ഒരു ഘടന നിൽക്കുന്നത്. പിന്നെ ഇതിന് പിക്ചോറിക്കൽ കളക്ട്, നമുക്ക് ആ കവിതയിലെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആ പിക്ചർ വളരെ വ്യക്തമാണ്. ഉദാഹരണം എന്ന് പറയാൻ നമുക്ക്, the naughty crocodiles lay and blinks in the Nile. naughty crocodiles, നൈൽ നദിയിൽ ഓരം ചേർന്ന് കിടക്കുന്ന ഭീകരരൂപികളായ മുതലകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു ചിത്രം പോലെ കാണാൻ കഴിയും, ഒരു പിക്ചർ പോലെ കാണാം. ആ മുതലകൾ കിടക്കുന്നു, മുതലക്കണ്ണീർ ഒഴിക്കുന്നു, ഒരു പ്രത്യേക ഗ്രന്ഥിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക, ആവശ്യമുള്ള കരയൊന്നല്ല, കണ്ണുകൾ മെല്ലെ ചിമ്മിക്കൊണ്ടിരിക്കുന്നു, തുറന്നു ചിമ്മിക്കൊണ്ടിരിക്കുന്നു. അത്ര പിക്ചോറിയൽ ക്വാളിറ്റി. ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത പാഠഭാഗത്തിലേക്ക് പോകാം. എപ്പോഴും നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഒബ്സർവ് ആൻഡ് പ്രാക്ടീസ്, കാണുക, വീണ്ടും വീണ്ടും കാണുക. കാണാനുള്ള സൗകര്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. അല്ല, നിങ്ങൾ ഇത് കാണുക എന്നുള്ളതാണ് പ്രധാനം. കാണുക, ഇതിലെ കോഡും വെച്ച് പ്രസന്റ് എന്ന് പഠിക്കുക. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ. ഇനി അടുത്ത് നമുക്ക് മറ്റു ക്ലാസ്സുകളിലേക്ക് കേൾക്കാം. താങ്ക് യു ആൾ. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ